പത്തരമാറ്റിൻ്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഏതായാലും ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ ഫൈറ്റ് സീനാണ്. ചീട്ട് കളിക്കുന്ന 3-4 തടിമാടന്മാരെയാണ് അടിച്ചൊതുക്കുന്നത്. അതിലൊരുത്തനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ അവൻ്റെ ഭാര്യയുണ്ട്. അവളാണ് ഭർത്താവിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തത്. ഏതായാലും അയാളെ അടിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവൾ കാലുമാറുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ കുട്ടികളുടെ അച്ഛനെ അടിച്ചോ സാറേ? അത് കേട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, ഓ ഇപ്പോൾ കുട്ടികളുടെ അച്ഛനായോ? എസ് ഐ അവളോട് പറയുന്നുണ്ട്, ഇടിച്ച് നെഞ്ചിൻ കൂട് കലക്കിയിട്ടുണ്ട് അവൻ്റെ. അന്നേരം അവൾ പറയുന്നുണ്ട്, അയ്യോ ഇങ്ങനെ തല്ലണമായിരുന്നു സാറേ. നന്ദി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവനൊപ്പം ജീവിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, അത് പിന്നെ എൻ്റെ 3 കുഞ്ഞുങ്ങളുടെ അച്ഛനല്ലേ സാറേ. അപ്പോൾ നന്ദി പറയുന്നുണ്ട്, ഇവനെ കോടതി കയറ്റുകയാണ് വേണ്ടത്. എന്നിട്ട് മാസം കോടതി നിശ്ചയിക്കുന്ന തുക നിങ്ങൾക്ക് ചെലവിന് തരുകയാണ് വേണ്ടത്. അപ്പോൾ അവൾ പറയുകയാണ്, അയ്യോ സാറേ കുട്ടികളുടെ അച്ഛനെ കോടതി കയറ്റുകയൊന്നും ചെയ്യരുതേ എന്ന്. ഇത് കേട്ട് നന്ദുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ASIയോട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ ഇതൊക്കെ? അപ്പോൾ ASI പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് മേഡം ഞങ്ങൾ ഈ കേസിൽ തല വയ്ക്കാതിരിക്കുന്നത്. എന്നിട്ട് നന്ദു അയാളോട് ചോദിക്കുന്നുണ്ട്, നന്ദു അവളോട് ചോദിക്കുന്നുണ്ട്, ഇവനിപ്പോൾ നിങ്ങൾക്ക് ചെലവിന് തരാറുണ്ടോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇടയ്ക്ക് കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും തരാറുണ്ട്. അത് കേട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ജീവിതം ചതഞ്ഞറിഞ്ഞാലും അതിന് കാരണക്കാരനായവൻ്റെ കൂടെ കടിച്ചു തൂങ്ങി ജീവിക്കണമെന്ന് ചില സ്ത്രീകൾക്ക് നിർബന്ധം. എന്നിട്ട് പിന്നെ ഈ പറയുന്ന കുട്ടികളുടെ മുഖം പോലെ നോക്കാതെയാണ് ഒരു ദിവസം കയറി അങ്ങ് തൂങ്ങുന്നത്. 3 പെൺകുട്ടികളുടെ അച്ഛനായി ഇവൻ. എന്നിട്ട് കിട്ടുന്ന കാശ് മുഴുവൻ വെള്ളമടിച്ചും ചീട്ട് കളിച്ചും കളയുകയാണ്. ജോലിയും കൂലിയും ഇല്ലാത്ത തെണ്ടി തിരിഞ്ഞ് വല്ലപ്പോഴും കൊടുക്കുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഇവനെ പോലെയുള്ളവരെയൊക്കെ സഹിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു. അത് കേട്ടപ്പോൾ പരാതിക്കാരി പറയുന്നുണ്ട്, നാളെ എൻ്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ പയ്യൻ്റെ ബന്ധുക്കൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അവർക്കൊരു അച്ഛൻ വേണ്ടേ സാറേ? അത് കേട്ടപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഓ വേണം, ഇതുപോലൊരു അച്ഛൻ ഉറപ്പായിട്ടും വേണം. കല്യാണ മണ്ഡപത്തിലും കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അഭിമാനത്തോടെ പറയാമല്ലോ കുട്ടികളുടെ അച്ഛൻ ഒരു കുടിയനാണെന്ന്. വിളിച്ചോണ്ട് പോ നിൻ്റെ കെട്ടിയോനെ. ഇനി ഇവനെ അടിച്ചതിൻ്റെ ദേഷ്യം തീർക്കുകയാണെങ്കിൽ നീയും നിൻ്റെ മക്കളും നിന്നങ്ങ് കൊണ്ടോ പോയിക്കോ. ഇനിമേൽ പരാതിയുമായിട്ട് ഇങ്ങോട്ട് കയറി വരരുത്. ഏതായാലും പോകാൻ നേരം അയാൾ നന്ദുവിൻ്റെ അടുത്ത് വന്ന് ഭീഷണിയോടെ കാണാം മേഡം എന്ന് പറഞ്ഞ് ഒരു ഷോ ഒക്കെ കാണിക്കാൻ ശ്രമിച്ചു. പക്ഷേ പൊളിഞ്ഞുപോയി. നന്ദു വീണ്ടും അവൻ്റെ ചെകിട്ടത്ത് ഒന്നുകൂടി പൊട്ടിച്ചു. കണ്ടതൊന്നും മതിയായില്ലടാ എന്നും പറഞ്ഞ് അതും വാങ്ങിച്ച് അവരവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ ASI നന്ദുവിനോട് പറയുന്നുണ്ട്, ഇതുകൊണ്ടാ മേഡം ഞങ്ങൾ ഈ കേസൊന്നും ഏറ്റെടുക്കാത്തത് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് അവന്മാരെയൊക്കെ പേടിയാണ്. നിങ്ങളത് പറഞ്ഞതാണല്ലോ. ഏതായാലും റിട്ടയർമെൻ്റ് ആകാറായില്ലേ, ഇനിയെങ്കിലും ഇട്ടിരിക്കുന്ന വേഷത്തോട് നീതി പുലർത്തുക എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു അവിടുന്ന് പോയതിൻ്റെ ശേഷം ASI മറ്റു പോലീസുകാരോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് കയറി വന്നതേയുള്ളൂ, അതുകൊണ്ട് ഇത്തിരി തിളയ്ക്കും. അത് കേട്ട് ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, എന്നാലും മേഡത്തിൻ്റെ ഫൈറ്റ് നല്ല സൂപ്പറായിരുന്നു. എന്നിട്ട് ASI പറയുന്നുണ്ട്, കരാട്ടെ കളരി അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇറങ്ങിപ്പോയ അവനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് ബോംബോ മറ്റോ എറിഞ്ഞാൽ തീർന്നു. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. നയന പുതിയ ഡിസൈനൊക്കെ ഇങ്ങനെ വരയ്ക്കുന്ന തിരക്കിലാണ്. ഓണമൊക്കെ ആണല്ലോ വരുന്നത്. ഏതായാലും നയന കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ദേവയാനി നയനയ്ക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കുഞ്ഞിനെയും എടുത്ത് നവ്യയും വരുന്നുണ്ട്. കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിച്ചതിന് ശേഷം ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ നവ്യ അവിടെ ഇരുന്നിട്ട് നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നീ ഇങ്ങനെ ഉറക്കമിളച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ട് നിൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോവാ, പക്ഷേ അതുകൊണ്ട് നിനക്ക് പ്രയോജനമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ കരുതുന്നൊന്നുമില്ല ചേച്ചി, കമ്പനി വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം എല്ലാവർക്കുമുണ്ട്. അന്നേരം നവ്യ പറയുന്നുണ്ട്, നിൻ്റെ ജീവിതം തൊലച്ച ആളെ ആണല്ലോ നീ ഇങ്ങനെ ഉറക്കമിളച്ച് സഹായിക്കുന്നത്. അങ്ങനെ അവർ പരസ്പരം ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. ഒടുവിൽ നയന പറയുന്നുണ്ട്, ഞാനിപ്പോൾ ക്രിയേറ്റീവായിട്ട് ഒരു വർക്ക് ചെയ്യുകയാണ്, അതിലിടയ്ക്ക് ഇത്തരം സംസാരത്തിന് താല്പര്യമില്ല ചേച്ചി. അത് കേട്ടപ്പോൾ നയന എന്നാൽ പിന്നെ എന്തെങ്കിലും ആയിക്കോ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനി നന്ദുവിനെ ഫോൺ വിളിക്കുന്നുണ്ട്. പക്ഷേ നന്ദു ഫോൺ എടുക്കുന്നില്ല. എങ്കിലും അനി ഫോൺ വിളിക്കുന്നതിലൊക്കെ നന്ദുവിന് നല്ല സന്തോഷമുണ്ട്. ഏതായാലും ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ അനി നമുക്ക് കുറച്ച് നേരം സംസാരിച്ചു കൂടെ എന്ന് വോയിസ് മെസ്സേജ് ഇടുന്നുണ്ട്. നന്ദു അത് വായിക്കുന്നുണ്ട്. പക്ഷേ റിപ്ലൈ കൊടുക്കുന്നില്ല. അതിനാൽ എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഞാൻ അവളെ കിടത്തി ഉറക്കില്ല എന്നും പറഞ്ഞ് വീണ്ടും വോയിസ് ഇടുന്നുണ്ട്. എൻ്റെ മെസ്സേജിനെങ്കിലും മറുപടി താടി ഭൂതനെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് നന്ദുവിന് ചിരി വരുന്നുണ്ട്. കുറച്ച് പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും മറുപടി ഒന്നും വരാത്തതിനാൽ വീണ്ടും നന്ദുവിനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യുന്നൊന്നുമില്ല. എങ്കിലും നന്ദു അതൊക്കെ ആസ്വദിക്കുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനി കിച്ചണിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. അന്നേരം ദേവയാനി നയനയോട് പറയുന്നുണ്ട്,
ചന്തുമോള് ഞങ്ങളുടെ അടുത്ത് കിടത്തുന്നത് നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനാണ്. പിന്നെ ദേവയാനി ഒരു പേരക്കുട്ടിയുടെ കാര്യമൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നയനയെ. ഞാൻ ആദർശിൻ്റെയും അനിയുടെയും കുഞ്ഞുങ്ങളെ താലോലിക്കാനായി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. അനിയുടെ കാര്യത്തിൽ ഇപ്പോഴൊന്നും ഒരു പ്രതീക്ഷ വയ്ക്കണ്ട, അതുപോലെയാണ് സ്ഥിതിഗതികൾ. പക്ഷേ നിങ്ങളുടെ കാര്യം ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. വേറെ എന്തെങ്കിലും നല്ല ഡോക്ടറിനെ കാണിക്കണോ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നയന പറയുന്നുണ്ട്, അമ്മയാകണമെന്നത് ഏതൊരു സ്ത്രീയുടെയും ആഗ്രഹമല്ലേ അമ്മേ. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ചന്തുമോളെ കിട്ടിയതുകൊണ്ട് എനിക്ക് അമ്മയാകാൻ ആഗ്രഹമില്ലെന്ന്. എനിക്കും നല്ല ആഗ്രഹമുണ്ട് അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് നയന വരച്ച ഡിസൈനൊക്കെ നോക്കി വളരെ സന്തോഷത്തിലാണ്. അപ്പോഴേക്കും നയന അങ്ങോട്ടേക്ക് ചായയുമായി വരുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, രാത്രി ഉറക്കം വിളിച്ച് വരച്ചിട്ട് നീ എന്തിനാ രാവിലെ എഴുന്നേറ്റത് എന്ന്. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് ഞാനിപ്പോൾ ഈ സമയത്ത് തന്നെ അല്ലേ എഴുന്നേൽക്കാറ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദർശ് ചേട്ടന് ഡിസൈൻ ഇഷ്ടപ്പെട്ടോ എന്ന്. അത് പിന്നെ പറയാനുണ്ടോ എന്നും പറഞ്ഞ് വളരെ സന്തോഷത്തിൽ നയനെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.